നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ആൾ കുഞ്ഞിന്റെ കോർത്ത ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ത പൊണ്ണ് യാർമാ ഇങ്ങ പാത്തത് ഞാൻ കിടയാത്. ആടെ ഉണ്ടായിരുന്ന പൂജാരിയും തോന്നിക്കുന്നയാൾ മൈലമ്മക്ക് അടുത്തേക്ക് വന്നോണ്ട് ചുളിഞ്ഞ മുഖത്തോടെ ചോദിച്ചു, ഇവങ്ക ചിന്നമ്പ്രാവുടെ മനയിവിതാ. അത് കേൾക്കെ അയാളുടെ കണ്ണുകൾ ആശ്ചര്യം മൂലൊന്ന് വിടരുകയും അടുത്ത നിമിഷം അത് ഇരുളുകയും ചെയ്തു. വരുന്നവരെയും പോകുന്നവരെയും ആനയിക്കരുതൊക്കെ ഇതൊന്നും ഉന്നോടെ വീട് കിടയാത്, ജ്ഞാപകത്തിൽ വെച്ചുക്കോ. അയാൾ നീലിയൊന്ന് അവജ്ഞയോടെ നോക്കിയ ശേഷം മൈലമ്മയോട് അല്പം കടുപ്പിച്ച് എന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞേ? അത് തമ്പുരാൻകുട്ടി കല്യാണം പണ്ടത് അവർക്ക് പിടിക്കല്ലേ, അത് തന്നെ കാരണം. അതെന്താ അങ്ങനെ? അവൾ ആശ്ചര്യത്തോടെ അവർ നോക്കി ചോദിച്ചു. അത് വന്ന് അവരെന്തോ പറയാൻ വന്നു. ഇന്ദ്രന്റെ ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നു. അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും കാണുന്നു തനിക്കരികിലേക്ക് മുണ്ടും മടക്കി കുത്തി വരുന്നവനെയാണ്. എന്റെ ദേവി, സിംഹ ഇത്ര പെട്ടെന്ന് തിരികെ എത്തിയോ? തന്റെ മുന്നിലേക്ക് വലിഞ്ഞു മുറുകിയ മുഖഭാഗത്തോടുകൂടി വരുന്നവനെ കാണെ അവളൊന്ന് ഉമിനീരിറക്കി പോയി. ആരോട് ചോദിച്ചിട്ടാടി? അവളെ കണ്ടു കടിച്ചു കയറാൻ പാത്രം വന്നാൽ പെട്ടെന്ന് തോർത്തും പറയാമെന്ന് പാതിൽ വിഴുങ്ങിക്കൊണ്ട് അങ്ങനെ നിന്നുപോയി. അവനിൽ നിന്നൊരു ഗർജനം പ്രതീക്ഷിച്ച് അവിടെ തലകുനിച്ചിരുന്നവൾ താൻ പ്രതീക്ഷിച്ച പോലൊന്നും കേൾക്കാതെ വന്നു അവനെ കണ്ണുകൾ മാത്രം ഉയർത്തിയൊന്ന് നോക്കി. ഇതെന്താ സിംഹത്തിന്റെ നാവ് പാതിയിൽ അറ്റു വീണോ? അവൾ പറയാമെന്ന് പാതിയിൽ മുറിഞ്ഞ് തനിക്ക് മുമ്പിൽ നിന്ന് പരിങ്ങി കളിക്കുന്നവനെ കാണെ ഉള്ളിൽ ഞൊടിഞ്ഞു. നീ എന്താ പറയാമെന്ന്? ആരാൾ നോക്കിയൊരു പരിങ്ങിലോടെ തിരക്കി. തന്നെ കടിച്ചീറാനുള്ള ഭാഗത്തിൽ വന്നവന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് കൈവന്ന സഭ്യതയേറിയെ ഒരു നിമിഷം അവൾ അവനെ മിഴിച്ചു നോക്കി അങ്ങനെ നിന്നു. ഇതെന്താ ഇങ്ങനെ? ഒരു ഗർജനം കഴിയേണ്ട സമയമായല്ലോ. അവൾ ചിന്തിക്കാതിരുന്നില്ല. നീ ചോദിച്ചിട്ടില്ലേ എന്താ പറയാതെ വന്നേന്ന്? അവൻ ശബ്ദം പരമായി താഴ്ത്തിക്കൊണ്ട് അവളോട് വീണ്ടും തന്നെ ചോദ്യം ആവർത്തിച്ചു. ഞാനത് അവിടെ ഇരുന്ന് മുഷിഞ്ഞപ്പോ വെറുതെ കുഞ്ഞിനെയും കൂട്ടി ഒന്ന് നടക്കാൻ. നിനക്ക് തോന്നുമ്പോ നടക്കാനും ഇറങ്ങാനേ ഇത് നമ്മുടെ നാടല്ല. ആൾ തന്നെ മുമ്പിൽ തല ഉയർത്താൻ നിൽക്കുന്നവൾ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. ആൾക്കടുത്തേക്കുന്ന മൈലമയെന്ന് കടുപ്പിച്ച് നോക്കി. നിങ്ങളെന്തിനാ ഇവള് പറഞ്ഞപ്പോ തന്നെ അതിന് ചുക്കാൻ പിടിക്കാൻ നിന്ന്? നിങ്ങൾക്ക് അറിയുള്ളല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്? അവൻ മൈലമ്മയെ നോക്കി തന്റെ ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ചോദിക്കേ പെട്ടെന്ന് മാറി അവന്റെ സ്വരം കേൾക്കെ അവൾ വീണ്ടും അവരെ ഞെട്ടിക്കൊണ്ട് നോക്കിപ്പോയി. ഇതെന്താ സിംഹ ഇങ്ങനെ? കുറച്ചു മുന്നേ വരെ ഇതായിരുന്നില്ലല്ലോ പാവം. ആൾ വായിൽ വരുന്ന ഓരോന്ന് അവർക്ക് നേരെ ഒരു മടിയും കൂടെ ആവർഷിക്കുന്നവർ നോക്കി മുഖം ചൊളിച്ചുകൊണ്ട് ആലോചിച്ചു. നാട് നിങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക ഇവളെന്താ വല്ല ആൾ ദൈവമാണോ? എഴുന്നള്ളിക്കാൻ ഒരാളും കെട്ടിയൊരുങ്ങി പോകാൻ വേറൊരാളും അമ്പലെന്ന് കേട്ടാലെ തുണിയും പൊക്കി ഓടിക്കോളും. അവൻ ആ വരി പറഞ്ഞ അവരോടാണെങ്കിലും അത് കേൾക്കാൻ അർഹതപ്പെട്ട കാതുകൾ അത് നീലിയുടേതായിരുന്നു. 6 ആനിറങ്ങാറായ നേരത്തെ നിങ്ങൾക്ക് ഇവിടെയും കൂട്ടി വരാൻ കണ്ടോളോ? ഇന്ദ്രേട്ടാ. ആൾ അവനരികിലേക്ക് നീക്കൊണ്ട് അവനെ പയ്യെന്ന് വിളിച്ചു. അവളുടെ ആ പതുങ്ങിയുള്ള വിളി കേൾക്കെ അവനെ അവളെ ഒന്ന് പാളി നോക്കി. മുഖം കുനിച്ച് നിൽക്കുന്നവളെ കാണെ അവനൊന്ന് പല്ലിയരിച്ചു. ഇത് കാണുമ്പോഴേ എനിക്ക് താഴെ നോക്കി നിൽക്കുന്നുണ്ടില്ലേ പുല്ല്. ഇവിടെ തന്ത നാരായണ ഇരിക്കുന്നോ? അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവൾ നോക്കി പല്ലിയടിച്ചുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു. എന്താ? അവൻ തന്നെ ദേഷ്യം ഉള്ളിലൊതുക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. വെറുതെ മൈലമ്മയെ വഴക്ക് പറയല്ലേ ഇന്ദ്രേട്ടാ, ഞാൻ നിർബന്ധിച്ചിട്ട് ആള് ഞങ്ങളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്ന്. അവൾ ഏതു നേരം അവനിൽ നിന്നൊരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാമെന്ന തോന്നലിൽ ഒരു വിക്കലോടെ പറഞ്ഞു. നിനക്ക് പുറത്തു പോകണമെങ്കിൽ അതെന്നോട് പറഞ്ഞുകൂടായിരുന്നു. അവൻ പറയലും അതുവരെ മുഖം താഴ്ത്തുന്നവൾ പൊടുന്നതിനെ മുഖമുയർത്തി അവനെ മിഴിഞ്ഞ കണ്ണുകളോട് നോക്കിയിരുന്നു. എന്താടി? അവളുടെ മിഴിച്ചുള്ള നോട്ടം കാണാൻ അവൻ അവളോട് തിരക്കി. നീ ഇങ്ങനെ മിഴിച്ചു പോകാൻ മാത്രം ഞാനെന്താ പറഞ്ഞേ? അല്ലെങ്കിൽ ഒന്ന് വാ തുറന്ന് പറയുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഇല്ലല്ലോ. എന്നിട്ട് അവസാനം എന്തെങ്കിലും പോയി ചാടി കൊടുക്കും. അവൻ അവളുടെ മിഴിച്ചോണ്ടം സഹിക്ക വയ്യാതെ കണ്ണുകൾ അവളിൽ നിന്ന് വെട്ടിച്ചു മാറ്റിക്കൊണ്ട് അലസമായി പറയവേ അവളുടെ മുഖം ഒന്നുകൂടി കൂർത്തു. ഞാനെന്നാ പോയിക്കോട്ടെ തമ്പ്രാൻകുഞ്ഞേ? മൈലമ്മയുടെ ചോദ്യമാണ് അവളെ അവനിൽ നിന്ന് മിഴിതിരിച്ചു വിട്ടത്. ഇതുപോലൊന്നും ഇനി ആവർത്തിക്കരുത്. അവൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവൾ എന്നോട് പറഞ്ഞോളൂ. അങ്ങനെ പറയാൻ പറ്റില്ലാച്ചാ അവള് പോവണ്ട. അവൻ അവസാനം പറഞ്ഞ വാക്കുകൾ അത് പറഞ്ഞു വെച്ച അവളെ നോക്കിയാണ്. അതുവരെ കൂർത്തിരുന്ന അവളുടെ ചുണ്ടുകൾ അത് കേൾക്കെ ഒരു ഇത്തിരി കൂടി കൂർത്തു വന്നു. ശരിയാമ്പ്ര. അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയും തലയാട്ടിയ ശേഷം അവരെ കടന്നുപോയി. നിന്റെ തൊഴിൽ കഴിഞ്ഞോ? അവർ പോകുന്ന നോക്കി എന്നോടാ ഇന്ദ്രൻ ചോദിച്ചു. ഇല്ല. അവൾ അവനെ നോക്കി പറഞ്ഞു. പിന്നെ ഇവിടെ കഥ പറഞ്ഞു നിൽക്കാനാണോ നീ വന്ന്? അവന്റെ ചോദ്യം ഗൗരവത്തിലായി. അത് ഞാൻ തൊഴാൻ പോയപ്പോഴാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ആ പൂജാരി ഒന്ന് മൈലമ്മയെ വഴക്ക് പറഞ്ഞു. വഴക്ക് പറയേ? ആര്? അവൻ അവളെ നോക്കി കണ്ണു ചുരുക്കിക്കൊണ്ട് തിരക്കി. അതൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായി. അയാൾക്ക് ഞാനിവിടേക്ക് വന്ന് തീരെ ഇഷ്ടമായിട്ടില്ല. അവൾ അന്നേരത്തെ അയാളുടെ മുഖഭാവം ഓർത്തുകൊണ്ട് അവനോട് പറഞ്ഞു. അല്ലെങ്കിലും നീ എന്തിനാ ഇവിടേക്ക് വന്ന്? അങ്ങനെ നമുക്കൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്? അവനവിടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കൈ നീട്ടി വാങ്ങിക്കൊണ്ട് അവളോട് പറഞ്ഞു. അതെന്താ അങ്ങനെ? അവൾ ആകാംക്ഷയോട് അവനോട് തിരക്കി. അതങ്ങനെയാ. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായി മുന്നോട്ട് നടന്നു. ഇന്ദ്രേട്ടാ. അവൻ പോകുന്നുണ്ടതും അവനെ വിളിച്ചുകൊണ്ട് അവന് പുറകെ ആ കല്ലിൽ നിറഞ്ഞ കാട്ടുവഴിയിലൂടെ ധൃതിയിൽ നടന്നു.
പയ്യവാടി. തനിക്കരികിലേക്ക് വരുന്നവളെ കാണെ അവനൊരു ശാസന നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു. അവൾ അവനെയും അവൻ പിടിച്ച കയ്യിലേക്കും വന്ന് നോക്കി. പണ്ട് മുതൽക്കേ തന്നിലൊരു അധികാരഭാവമാണ് ഇന്ദ്രേട്ടന്. അത് കൂടുതൽ താൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് തറവാട്ടിലേക്ക് വന്ന നാളുകളിലാണ്. പക്ഷെ അപ്പോൾ ഒരിക്കലും കരുതിയിരുന്നില്ല ആ അധികാരഭാവം അത്രയും തന്റെ താലി ഏറ്റുവാങ്ങുന്നവൾക്ക് മാത്രമുള്ളതാണെന്ന്. അല്ല, അതങ്ങനെയല്ല. താലി ഏറ്റുവാങ്ങുന്നവൾക്കുള്ളതാണെങ്കിൽ ആ കൈകൊണ്ട് കെട്ടിയ ആദ്യ താലി അത് ധാത്രിയേച്ചിക്ക് സ്വന്തമായിരുന്നില്ലേ? അവൾ സ്വയം ചോദിച്ചു. ഇതുവരെ കാണിച്ച് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നെല്ലാം താലി കെട്ടിയവളുടെ അധികാരമല്ല, മറിച്ച് എനിക്ക് ഇല്ലെങ്കിൽ നീലിമയ്ക്ക് മാത്രം സ്വന്തമായതാ. എന്നോട് മാത്രമാണ് ഇന്ദ്രേട്ടൻ ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കാറ്. ഞാൻ മാത്രമാണ് ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. എന്നെ മാത്രമാണ് അതിനായിട്ട് തിരഞ്ഞെടുത്ത്. മറ്റെല്ലാം മിഥ്യയായിരുന്നു. കാലത്തിന്റെ പൊള്ളയായ കെട്ടുപാടുകൾ ചുറ്റിപ്പിടിഞ്ഞു കിടന്ന മിഥ്യയായ കാഴ്ചകൾ. അവൾക്കപ്പോൾ ഓർമ്മ വന്ന് സൗദാമിനി ഒരിക്കൽ അവളോട് പറഞ്ഞ വാക്കുകളാണ്. അവൾക്ക് നിഷിദ്ധമായ അവന്റെ ഇന്ദ്രലോകം നിനക്കായി അവൻ തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിന്നെ അവിടുത്തെ ദാസിയായിട്ട് വാഴിക്കാനല്ല. അവരുടെ വാക്കുകൾ ഓർക്കെ അന്ന് അവളിൽ തോന്നിയത് അവജ്ഞയായിരുന്നെങ്കിൽ ഇന്ന് അവളിൽ അത് പടർത്തുന്ന അനുഭൂതി. അത് അവളുടെ അധരങ്ങളിൽ ഒരു മോഹന മന്ദസ്മിതം വിരിക്കുമാർ അത്രമേൽ സുന്ദരമായ ഒന്നായിരുന്നു. അതിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നടന്നുകൊണ്ടാണോന്നറിയില്ല, അവളുടെ പാദങ്ങൾ ചെറുതായൊന്ന് ഇടറി. ആ! അവളിൽ നിന്ന് വേദനയോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. എന്താടി? ഇന്ദ്രൻ പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞോട് ചോദിച്ചു. കാലൊന്ന് മടങ്ങി. അവൾ വഴക്കുകൾക്കൊന്ന് പേടിച്ചിത്തിരി ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞത്. ശ്രദ്ധിച്ച് നടക്കണ്ടേ? സാരല്ല, പോട്ടെ. വേദന തോന്നുന്നുണ്ടോ നിനക്ക്? ദേഷ്യത്തോടെ അല്ലാതെയുള്ള അവന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി അവളെ അത്ഭുതം എടുത്തുന്ന ഒന്നായി മാറി. ഈ സിംഹത്തിന് ഇത് എന്താ പറ്റിയേ? കടിച്ചുകൂടേണ്ട സമയം കഴിഞ്ഞല്ലോ. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല ആ വായിൽ നിന്ന് വരേണ്ടത്. നീലി. ആദ്യം ഡീന്ന് വിളിക്കാൻ പോയവൻ അവള് നീലി എന്ന് പേരെടുത്ത് വിളിച്ച്. അതുകൂടി ആയതും പെണ്ണിന്റെ ഉള്ള കിളികൾ കൂടി കൂടും കൊടുക്കെടുത്ത് പറന്നു എന്ന് തന്നെ പറയാം. നീ എന്തോന്നും പറയാത്ത? നിനക്ക് വേദനിക്കുന്നുണ്ടോന്ന്? അവനൊരിക്കൽ കൂടി അത് ആവർത്തിച്ചു. ഇന്ദ്രേട്ടൻ എന്താ പറ്റിയേ? അവൾ പക്ഷെ അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ അങ്ങനെയാണ് ചോദിച്ചത്. തന്നെ നോക്കി കണ്ണുമിഴി ചോദിക്കുന്ന പെണ്ണിനെ കാണേ അവളുടെ തുടുത്ത കവളിലൊന്ന് അമർത്തി കടിക്കാനാണ് അവന് തോന്നിയത്. ഇവളിത്. അവൻ ഞൊടിഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളുമായി മുന്നിലേക്ക് നടന്ന് അല്പ ദൂരം കഴിഞ്ഞതും ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ അവരെ തേടിയെത്തി. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയവൾ കാണുന്നത് അവർക്ക് എതിർവശമായി നടന്നു വരുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലായി തന്നെ നേരത്തെ തനിക്ക് നേരെ മുഖം തിരിച്ച പൂജാരി കണ്ടതും വരുന്ന അയാളുടെ ആളുകളാണെന്ന് അവൾക്ക് എളുപ്പം മനസ്സിലായി. ആ വരുന്നവരിൽ വെള്ളവസ്ത്രം ധരിച്ച ആളാ ഞാൻ നേരത്തെ പറഞ്ഞ പൂജാരി. ആരെന്തിട്ടാ അവരൊക്കെ? ഇവിടുത്തെ നാട്ടുകാരാണോ? അവൾ തങ്ങൾക്കരിയിലേക്ക് നടന്നെടുക്കുന്നവരെ കാണാൻ ആകാംക്ഷയോടെ തിരക്കി. അതാണ് ഞാൻ പറഞ്ഞ ചോളർ വംശത്തിൽപ്പെട്ടവർ. അവൻ തന്നെ നോയിച്ചിരിക്കുന്ന മുഖങ്ങളിലേക്ക് തിരികെ ഒരു ചിരി നൽകാതെ അവരെ ഗൗരവത്താൽ നോയിക്കൊണ്ട് തനിക്കരികിൽ നിൽക്കുന്നവളോടായി പറയവേ അതുവരെ ആകാംക്ഷ നിറഞ്ഞ അവളുടെ കണ്ണുകളിൽ അവരോടുള്ള അവജ്ഞ നിറഞ്ഞ പെട്ടെന്നാണ്. അവളുടെ കണ്ണുകൾ തങ്ങൾക്കരികിലേക്ക് നടന്നെടുക്കുന്നവരെ ഒന്ന് ആകമൊത്തം വീക്ഷിച്ചു. ആ കൂട്ടത്തിൽ പേരിന് പോലും ഒരു സ്ത്രീയില്ല. ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിലെ പ്രധാനികളാണ് തങ്ങളിൽ നിന്ന് തോന്നിപ്പിക്കും വിധം അവരുടെ എല്ലാവരുടെയും മുഖത്തൊരു ഗർവ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ വയസ്സായവരും ചെറുപ്പക്കാരും വിടും. അത് കാണാൻ അവൾക്ക് തികഞ്ഞ പുച്ഛമാണ് തോന്നിയത്. എന്നോ പൊട്ടിച്ചെറിയേണ്ടിയിരുന്ന അനാചാരങ്ങളെ ഇപ്പോഴും ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുന്ന കൂപമണ്ഡൂകങ്ങളാണ് അവരിൽ അവൾക്ക് കാണാൻ സാധിച്ചത്. വണക്കം തമ്പുരാനെ. അതിലൊരാൾ ഇന്ദ്രൻ നേരെ കൈകൂപ്പിക്കൊണ്ട് പറയെ ബാക്കിയെല്ലാവരും അയാൾ അനുകരിക്കും വിധം അവർ നേർക്ക് കൈകൂപ്പി. അവനതിനൊന്നും മൂളിയതേയുള്ളൂ. നീങ്ക വന്നു പൂസാരി സൊന്നെ കൂടെ ഉങ്ക മനവിയുണ്ടെന്ന് പറഞ്ഞു. അതാണോ ഇന്ത അമ്മ? അയാൾ ഇന്ദ്രനരികിൽ നിൽക്കുന്ന നീലിയെ നോക്കി ഒരു വളിഞ്ഞ ചിരിയോടെ ചോദിക്കെ അവൾ അയാളിൽ തന്നെ മുഖം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് ഇന്ദ്രന്റെ ഇടത്തെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവനരികിലേക്കായി ചേർന്ന് നിന്നു. നീങ്ക ഇവളോ സീക്രം അടങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു വരവേൽപ്പ് തന്നെ ഞങ്ങൾ നൽകിയെന്നേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ദ്രൻ തന്നെ നോക്കി ചിരിയോടെ പറയുന്നയാളുടെ വക്രീച്ച കണ്ണുകളിൽ നോട്ടം ചെയ്തുകൊണ്ട് ഗൗരവപൂർവ്വം പറയവേ അയാളുടെ ചുണ്ടുകളിലെ ചിരിക്ക് മംഗലേറ്റിരുന്നു. നീങ്ക ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉദവികൾക്ക് ഞങ്ങൾ ഇത്രയെങ്കിലും തിരികെ നൽകേണ്ട തമ്പുരാ. അയാൾ ക്ഷണനേരത്തേക്ക് അപ്രത്യക്ഷമായ തന്റെ ചിരി തിരികെ എടുത്തണിഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കേ അയാളുടെ ചലനങ്ങൾ ഓരോന്ന് സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി വന്നു. ഞങ്ങളുടെ വക ഒരു ചെറിയ സൽക്കാരം, തമ്പുരാൻ വരണം. അയാൾ അവനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. പറ്റില്ല. അവൻ ഒറ്റ വാക്കിൽ അവർക്കുള്ള ഉത്തരം നൽകി. അങ്ങനെ പറയരുത് തമ്പുരാ, ഇത് ഞങ്ങളുടെ ചെറിയൊരു പാരിതോഷികമായിട്ട് കണക്കൂട്ടണം. അങ്കവെച്ച് എന്നോടൊപ്പം മാരിയ ഉങ്ങൾക്ക് കൈപ്പിടിച്ചു തരണം എന്നോട് ആസ്യത. അയാളുടെ വാക്കുകൾ അവിടെ നിന്ന് അവിടെ കണ്ണുമിഴിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. നീങ്കേ ഇന്ദ്രേട്ടാ. അവളുടെ നാവ് ഇതാദ്യമായിട്ടായിരിക്കും അവന്റെ പേരിത്ര കാഠിന്യത്തോടെ ഉരുവിടുന്നത്. അവൻ തനിക്കരികിൽ നിൽക്കുന്നവളെ ഒന്ന് തലചരിച്ച് നോക്കി. അവളുടെ കണ്ണുകൾ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവർ അത്രയും ഭസ്മമാക്കും ഇത് എരിയുകയാണെന്ന് കാണേ അവന്റെ നേത്രങ്ങൾ അത്രയും തിളക്കത്തോടെ അവിടെ ആ ഭാവം നെഞ്ചിലേക്ക് ഏറ്റി. വഴി കാണുന്ന ക്ഷുദ്രജീവികളോട് സംസാരിച്ചിലേക്കാ വരാൻ നോക്ക്. എനിക്ക് പോയിട്ട് മോൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാ.
ആൾ ഇന്ദ്രനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് മോളെയും വാങ്ങി അവിടെ നടന്നു നീങ്ങി. തന്റെ കണ്ണിൽ നോക്കി കടുപ്പിച്ച് സംസാരിച്ച് നടന്നു നീങ്ങിയവളെ കാണെ അവന്റെ ചുണ്ടുകൾ ഒരു മൃദുമന്ദസ്മിതം പൊഴിക്കുന്നതിനൊപ്പം അത്രയും ഇഷ്ടത്തോടെ അവനേറെ ഇഷ്ടമുള്ള പോൽ അവളെ നിന്ന് നീട്ടി വിളിച്ചു, എന്റെ നങ്ങേലി. തമ്പ്ര. തനിക്ക് മുമ്പിൽ നിന്നവരുടെ ശബ്ദമാണ് അവൻ അവളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു ഒരിക്കൽ കൂടി ആവർത്തിച്ച തന്റെ വംശം തന്നെ ഈ ഭൂമിയിൽ അവശേഷിക്കാതെ വിധം തുടച്ചു നീക്കും ഞാൻ. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അവൻ അയാൾക്ക് നേരെ വിരലുയർത്തി താക്കീതെന്നോണം പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. മോളെ കൈ പിടിച്ച് കൊടുക്കായിരുന്നു അത്രേ. ഇവിടെയുള്ള ഒരു 10-20 കെട്ടുന്ന പോരായിട്ടാണോ ഇനി പുറത്തുനിന്ന് ആളെ ഇറക്കാൻ നോക്കുന്നത്? ആളുടെ ചുണ്ടുകൾ നടന്നു നീങ്ങുന്ന വഴിയെ മുറിവുറുത്തുകൊണ്ടിരുന്നു. അയാളുടെ മോൾക്ക് കെട്ടുപ്രായം അയച്ച ഇവിടെയുള്ള ഏതെങ്കിലും ഒന്നിന് തലയിലേക്ക് വെച്ചുകൊടുത്താൽ പോരെ, അല്ലാതെ എല്ലാവരും കൂടി എന്തിനാ ആ സിമത്തിന്റെ വാല തൂങ്ങാൻ വരുന്നത്? അവൾ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊടിച്ചു. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ഉരുവിട്ട് ആ സിംഹരാജൻ എല്ലാം മിണ്ടാതെ കേട്ടേക്കണു. ബാക്കിയുള്ളവരോട് ചാടിക്കടിക്കാൻ എന്താ നാവ്. എന്തിനേറെ പറയുന്നു, കുറച്ച് മുന്നേ വരെ ആ പാവം മയിലമ്മ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. എന്നിട്ടിപ്പോൾ അയാൾ വന്ന് മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ വന്നിരിക്കുന്നു സിംഹം. ആളുടെ ചുണ്ടുകൾ അവനുള്ള പരിപത്താലൊന്ന് കൂർത്തുപോയി. മിണ്ടി. തന്റെ തൊട്ടുപുറകിൽ നിന്ന് ഉയർന്ന അവന്റെ ശബ്ദം കേൾക്കെ ആൾ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കിയടച്ച് തുറന്നു. മിണ്ടുക മാത്രമല്ല, സിംഹം ഗർജിക്കുകയും ചെയ്തു. ഇനി ഇമാതിരി വർത്താനായിട്ട് വന്ന കടിച്ചുടയെന്ന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് ആൾക്ക് പിന്നെ നടന്നു നീങ്ങി. ഷു, എല്ലാം കേട്ടല്ലോ എന്റെ ദേവി. ആൾ ചുണ്ടു ചുളുക്കി പറഞ്ഞുകൊണ്ട് അവന് പുറകെ നടന്നു നീങ്ങി. നിനക്ക് ഞാൻ സിംഹമല്ലേ? സിംഹം എന്തൊക്കെ ചെയ്യുമെന്ന് നീ കാണാൻ പോകുന്നവളുടെ നങ്ങേലി. അവൻ മുന്നിലേക്ക് നടക്കുന്നതിനിടയിൽ ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് തന്റെ മീശയൊന്ന് മുറുക്കി. രാത്രി 9 മണി സമയത്ത് ഏറുമാടത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ചന്ദ്രമംഗലത്തെ ചെറിയമ്പുരാനും പരിവാരങ്ങളും. രാഹു. മേഘൻ കയ്യിലെ വാറ്റിന്റെ കുപ്പിയൊന്ന് ചുണ്ടോട് ചേർത്തുകൊണ്ട് തനിക്കരികിൽ ഇരിക്കുന്നവനൊരു താളത്തിൽ വിളിച്ചു. അത്യാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിലും ആ ശബ്ദത്തിന് പ്രത്യേകിച്ച് വ്യതിയാനമൊന്നും സംഭവിച്ചിട്ടില്ല. രാഹു കയ്യിലെ കുഴലപ്പത്തിൽ ഒരു കടിയടിച്ചുകൊണ്ടൊന്ന് മൂളി. ഞാനേ ആലോചിക്കുകയായിരുന്നു, രജിസ്റ്റർ മാരേജിനൊപ്പം അവളെ അങ്ങ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഇരുന്ന് ഓരോന്നായി ഒരുക്കിയിരിക്കാവുന്ന നേരത്തിന് വീട്ടിൽ പോയി അവളോട് ഈച്ചോട്ടിരിക്കായിരുന്നു. ഇതല്ലേ തമ്പുരാൻ ഇത്ര നേരം കൊണ്ട് കാര്യമായിട്ട് ആലോചിച്ച് കൂട്ടിയത്? രാഹു വായിലെ കുഴലപ്പൊന്ന് ചാവച്ചിറക്കുന്നതിൽ പുച്ഛമാരി ഉതിരിക്കൊണ്ട് ഇടയിൽ കയറി പറഞ്ഞു. ഏയ് അതൊന്നുമല്ല. മേഘൻ വന്ന നാണം മറച്ചുകൊണ്ട് രാഹുവിനോട് പറഞ്ഞു. അവൻ അതിനൊന്ന് ചുണ്ടുകൂട്ടി. അല്ല, നീയൊക്കെ എന്ത് ചിന്തിക്കാനാണെന്ന് അറി. ആ പെൺകൊച്ചിനെ എന്ന് കണ്ടോ അന്ന് മുതൽ തുടങ്ങിയ അതിന്റെ പുറകിലെ നടത്തം. നിന്റെ ഒടുക്കത്തെ ആത്മാർത്ഥം കണ്ട അവൾ നിന്നെ കെട്ടിയില്ലടാ. ഇനിയെങ്കിലും നിനക്കിതൊന്ന് നിർത്തിക്കൂടെ? രാഹു അവനോയി സദാബാദിൽ ചോദിച്ചു. ഏയ് അതങ്ങനെയൊന്നും നിക്കില്ല മോനെ രാഹുല. അത് നിക്കണെങ്കിലേ ഏട്ടനെ ഏടത്തെ അടുപ്പിക്കണം. എന്റെ ഏട്ടന്റെ സുഹൃത്തം കൊണ്ട് ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഈ നൂറ്റാണ്ടിലൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. രുദ്രൻ അവർക്കടുത്തായിരുന്നുകൊണ്ട് പറയവേ മേഘന അവനെന്ന് ചെറിഞ്ഞു നോക്കി. എന്നെങ്ങനെ നോക്കണ്ട, ഞാൻ പറഞ്ഞില്ലെന്തോ തെറ്റ്. നിങ്ങൾ മര്യാദക്കായിരുന്നു ഇന്നേരം നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കായിരുന്നു. അല്ലാതെ ഇവിടെ ഇങ്ങനെ കൊതുകടിയും കൊണ്ടിരിക്കേണ്ട അവസ്ഥ പറ്റില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒടുക്കത്തെ കയ്യിലിരിപ്പാനെ ഏടത്തി നിങ്ങൾ അടുത്തേക്ക് പോലും വരാൻ കൂട്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, ഏടത്തി ഇപ്പോഴും അതേ പത്തായപ്പുരയിലും നിങ്ങളിങ്ങനെ നിധി കാക്കുന്ന ഭൂത്ത പോലെ അതിന് കാവുന്നോണം പുറത്തും. രുദ്രൻ പറഞ്ഞോട് ഉറക്കെ ചിരിച്ചു. ദേ ഗോപേ, നിന്റെ തലക്ക് സ്റ്റിക്കർ ഒട്ടിയേക്കാണെന്ന് ഞാൻ നോക്കില്ല. കാലിൽ നീട്ടി ഒരു ചവിട്ടങ്ങ് വെച്ചിരുന്നു ഞാൻ. മേഘന അവനെ ചവിട്ടാനെന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പറയേ അവനൊന്ന് പുറകിലേക്ക് വലിഞ്ഞു. പോട്ടേടാ കൊച്ചുമോനെ, ആ ഇസ്തിരിപ്പെട്ടി പറയുന്ന എന്തിനാ എന്റെ കുഞ്ഞു കേൾക്കാൻ പോകുന്നത്? ആ ശുപ്പാണ്ടി അങ്ങനെ പലതും പറയും. നീ അതൊന്നും ശ്രദ്ധിക്കാതെ മുത്തച്ഛനെ ചെറുത് ഒഴിച്ചേടാ ഉണ്ണി. വെള്ളം ഒഴിക്കണ്ടാട്ടോ. അയാൾ പറഞ്ഞുകൊണ്ട് അവന് നേർക്ക് ഒരു ചില്ല് ഗ്ലാസ് നീട്ടി വെച്ചു. ചെറുതെന്നും പറഞ്ഞ് ഇപ്പൊ ഒരു കുപ്പിയോളം അകത്ത് ചെന്നിട്ടുണ്ടാവും. ഇന്നത്തേക്ക് തൽക്കാലം ഇത് മതി. ഇല്ലെങ്കിലേ കള്ളു തലക്ക് പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലത്തെ കന്നം തിരിവുകൾ ഇനിയും നിങ്ങൾക്കൊന്ന് പയറ്റിയാ കൊള്ളാൻ തോന്നും. അത് തൽക്കാലം വേണ്ട. മേഘൻ പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് തട്ടിപ്പറിക്കും പോലെ വാങ്ങി. എടാ ഉണ്ണി, അതന്നല്ലേടാ, ഇപ്പൊ നിന്റെ മുത്തശ്ശിന് നല്ല കപ്പാസിറ്റിയാടാ. ഒരെണ്ണം കൂടി ഒഴിക്കടാ മോനെ, അച്ചാറ് കൂട്ടി നക്കാനാ. അയാൾ അവനോട് കെഞ്ചി. ഇനി മതി, എല്ലാം പോവാൻ നോക്ക്, സമയം 10 തന്റെ മുന്നിൽ നിന്ന് കെഞ്ചുന്നയാളെ പാടെ അവഗണിച്ച് തന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് നോക്കി അവൻ അല്പം ധൃതിയിൽ പറയവേ എല്ലാവരും അവനൊന്ന് കണ്ണു ചുരുക്കി നോക്കിയിരുന്നു. എന്താ? അവരുടെ ആ നോട്ടം കണ്ടതും അവൻ മുണ്ടുമടക്കി കുത്തുന്നതിനിടയിൽ അവരെയൊന്ന് പാളി നോക്കിക്കൊണ്ട് അലസമായി തിരക്കി. തമ്പുരാൻ മുണ്ടും മുറുക്കിയെടുത്ത് ഇത് എങ്ങോട്ടാ? രാഹു അവനെ ആകെ മൊത്തൊന്ന് ചൂഴി നോക്കിക്കൊണ്ട് ചോദിച്ചു. വേറെ എങ്ങോട്ടാ? വീട്ടിലേക്ക്. അവൻ അവരെ നോക്കാതെ പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ കൈയൊന്ന് മടക്കി വെച്ചു. അത് മനസ്സിലായി. എന്തായി നേരത്തെ പോക്കുന്ന ഞാൻ ചോദിച്ചു. രാഹു ഇരുന്നിടത്ത് ചാടി ഇറങ്ങിക്കൊണ്ട് അവനോട് തിരക്കി. പിന്നെ ഈ നേരത്തിൽ ആ വേറെ ഏത് നേരത്ത് വേണം? നിനക്കിത് എന്താടാ കോപ്പേ?
അവൻ ചടപ്പോടെ പറഞ്ഞോടോടും തിരിഞ്ഞടക്കാൻ ആഞ്ഞതും. അങ്ങനെ അങ്ങ് പോവാതെടാ തമ്പുരാൻ കുട്ടിച്ചേട്ടാ, അവൻ മേഘനെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ചേർത്തിയ താരാട്ടുപാടി ഉറക്കാനുള്ള പൊക്കായിരിക്കും ഇത് അല്ലേ? അവൻ പിന്തിരിഞ്ഞു പോകാൻ നിന്നവനെ തനിക്ക് നേരെ തിരിച്ചിരുത്തിക്കൊണ്ട് ഒരു അവലക്ഷണം പിടിച്ച് ഇരിയോടെ ചോദിക്കെ മേഘനൊന്ന് പല്ല് അടിച്ചു. കൈന്ന് വിട തെണ്ടി. അവൻ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന രാഹുവിന്റെ കൈകളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തിനാണെന്ന് ഈ രാത്രി ആ പാവം പിടിച്ച പെങ്കുച്ചിന്റെ ഉറക്കം കളയാൻ വേണ്ടി മാടനെ കൂട്ടുകെട്ടി എടുക്കുന്നത്? അത് മര്യാദക്ക് അവിടെ ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടടാ. ഞാൻ പോകുന്നതേ എന്റെ ഭാര്യക്കടുത്തേക്കാ. അതിന് നിനക്കൊക്കെ എന്താണ് ഇത്ര ചൊറിച്ചില്? അവൻ രാഹുവിനെ നോക്കിയൊന്ന് പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്കാർക്കും ഒരു ചൊറിച്ചിലും ഇല്ലേ. നീ നിന്റെ ചൊറിച്ചിലും കൊണ്ട് ആൾക്കാരത്തേക്ക് ചെന്ന് കയറി കൊടുത്തിട്ട് അവസാനം അവിടെ മാന്നുകൊണ്ട് ഈ രാത്രി അവിടെ എവിടെയെങ്കിലും വിങ്ങി കിടക്കാതിരുന്നാ മതി. രാഹു തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി പുച്ഛത്തോടെ പറയേ മേഘന അവനെ നോക്കിയൊന്ന് ചുണ്ടുകൊട്ടി. ഞാൻ മാന്തു കൊള്ളുന്നുണ്ടെങ്കിലേ അതെന്റെ കെട്ടിയോളുടെ അടുത്തു നിന്നാണ്. അല്ലാതെ നിന്നെ പോലെ കണ്ട കുളക്കടവിലും കനാലിലും പോയിരുന്ന് കണ്ട പെണ്ണുങ്ങളുടെ ഏറും കൊണ്ട് വരാറില്ല. ഓ എന്ത് പറഞ്ഞാലും അവന്റെ ഒലക്കയുടെ കനാലും പൊക്കി പിടിച്ച് വന്നോളൂ. നാറി ഒരു കുളിസിയും കാണാൻ സമ്മതിക്കില്ല. ഓ രാഹു തന്നെ നോക്കി ചുണ്ടുകൊട്ടി നിൽക്കുന്നവനെ കാണുന്നു പല്ലടിച്ചുകൊണ്ട് ഞൊടിഞ്ഞു. അതേ മുത്തച്ഛനും കൊച്ചുമോനും വരുന്നുണ്ടെങ്കിൽ വരാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും മഴ ഉണ്ടോ? മേഘൻ താളം തെറ്റി തുടങ്ങിയ ചന്ദ്രഹാസനെ താങ്ങുന്ന നിൽക്കുന്ന രുദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരികെ നടന്നു. മോനെ കണ്ണാ, മുത്തശ്ശനെ പിടിച്ചോളണേടാ, ഭൂമി ആകെ കറങ്ങുന്ന പോലെ തോന്നുക. ഹോ ശാസ്ത്രജ്ഞന്മാര് പറയുന്നൊക്കെ ശരിയാ. രണ്ടെണ്ണം അടിക്കുമ്പോഴാ നമുക്ക് മനസ്സിലാവുന്ന ഭൂമി ഉരുണ്ടതാണെന്ന്. വരമ്പത്തൂടെ നടക്കുന്നതിനിടയിൽ ചന്ദ്രഹാസൻ തന്നെയും താങ്ങി നടക്കുന്ന രുദ്രനോടായി പറഞ്ഞു. ഓ ആ വായൊന്ന് അടച്ചു വെക്കോ, മനുഷ്യന് നാറിയിട്ട് വയ്യ. രുദ്ര അയാളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ നിന്റെ വായ്ക്ക് മുകളിൽ മൂക്ക്, അതുകൊണ്ടാ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ചാ. നിന്റെ ഏട്ടൻ ചങ്കരനോട് അടുത്ത പ്രാവശ്യം വാറ്റുമ്പോ നല്ല മുല്ല മുട്ടിട്ട് വാറ്റാൻ പറയടാ. അതാവുമ്പോ കുടിക്കുകയും ചെയ്യാൻ വേണ്ടി വന്നാൽ ഇത്തിരി എടുത്തും മേത്തും തേക്കാൻ. എന്തേ? അയാൾ അവനെ വിട്ടാന്നുകൊണ്ട് കെറുവോടെ ചോദിക്കേ അവൻ അയാളൊന്ന് ചറിഞ്ഞു നോക്കി. അമ്മാച്ചനായി പോയി, ഇല്ലെടുത്ത് ഈ ചേറിൽ താത്തിയനെ ഞാൻ. അവൻ അയാളെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ എന്റെ അച്ഛൻ കോശവനും അമ്മാവും കോന്നനും വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല, പിന്നല്ലേ നീ. അയാൾ അവൻ നോക്കി പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി ആ വരമ്പത്തൂടെ തൃക്കോണേ എന്ന പോലെ നടന്നു നീങ്ങി. ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം ഫാമിലിയേ ശരിയല്ല. അവനും തലൊടിഞ്ഞുകൊണ്ട് അയാൾക്ക് പുറകെ പോയി. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു കുളിയും പാസാക്കി അത്താഴം കഴിക്കാനേ അടുക്കളയിലേക്ക് വന്നതാണ് ഭൂവി. രാവിലെ വെച്ചിരുന്ന പയറ് തോരനൊന്ന് ചൂടാക്കിയെടുത്ത് പപ്പടവും വറുത്ത് തിരിഞ്ഞവൾ കാണുന്നു. അടുക്കളപ്പടിയിൽ താടിയിൽ കയ്യും താങ്ങിയും താൻ ചെയ്യുന്നെല്ലാം നോക്കി ചിരിയോടെ ഇരിക്കുന്നവനെയാണ്. പെട്ടെന്ന് താൻ അവിടെ കണ്ടതും ആളൊന്ന് ഭയന്നു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.